ശ്മശാനങ്ങളിലെ നോട്ട് പുസ്തകം എന്ന് പറയുന്ന നോവലിനെ അവരിപ്പം ഈ 1.5 വർഷത്തിന് ശേഷം പിടിക്കുന്നത് കേസൊന്ന് വിലക്കാൻ വേണ്ടി മാത്രമാണ്. ഫേസ്ബുക്കിൽ നമ്മൾ ഇട്ട പോസ്റ്റ് സത്യത്തിൽ നിലനിൽക്കുന്നതല്ല, വിലക്കുന്നതല്ല എന്നൊരു സംശയം വരുന്ന സമയത്താണ് ആരോ ഇവർക്ക് പുസ്തകത്തെ പറ്റി പറഞ്ഞു കൊടുക്കുന്നതും പിന്നെ മറ്റ് തീവ്രവാദ ബന്ധങ്ങൾ എനിക്കുണ്ടെന്നൊക്കെയുള്ള കഥകൾ കിട്ടിയതിൻ്റെ പുറത്ത് ഒരു രാത്രിയിൽ ഞാൻ 3 വർഷമായി കുന്നമംഗലത്താണ് താമസിക്കുന്നത്. എൻ്റെ പ്രോപ്പർട്ടിയൊക്കെ നാട്ടിൽ നിന്ന് ഞാൻ വിറ്റു. കുന്നമംഗലത്ത് സ്ഥിര താമസമാണ്. എൻ്റെ മകൾ പെരിങ്ങളം സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ വീട്ടിലേക്ക് ഹൃദയരോഗിയായിട്ടുള്ള അമ്മയും അച്ഛനും ഒക്കെ താമസിക്കുന്ന വീട്ടിലേക്ക് ഒരു സമയത്ത് പോലീസ് ഇടിച്ചു കയറി ചെല്ലുകയും അവിടെ റെയ്ഡ് നടത്തിക്കൊണ്ട് എൻ്റെ നോവലിൻ്റെ 3 പുസ്തകങ്ങളും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ഒരു പുസ്തകവും ഒക്കെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. അതെപ്പോഴായിരുന്നു? അത് ഏതാണ്ട് ഇപ്പോൾ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പാണ്. 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതിന് മുമ്പായിരുന്നോ? ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് ശേഷം. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് ശേഷം ഏതാണ്ട് ഒരു 3 ആഴ്ച കഴിഞ്ഞാണ് ആരോ DGPക്ക് പരാതി, എനിക്ക് കിട്ടിയ വിവരം മാത്രമാണ് പോലീസ് പറഞ്ഞു. DGPക്ക് പരാതി കൊടുത്തു. DGP കൊല്ലം സിറ്റി കമ്മീഷണർക്ക് കൈമാറി. കമ്മീഷണർ അത് കരുനാഗപ്പള്ളി പോലീസിൽ ഏൽപ്പിച്ചു. അവരെ എന്തുകൊണ്ട് ചവറ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. എൻ്റെ പോലീസ് സ്റ്റേഷൻ ചവറയാണ്, അത് ഏൽപ്പിച്ചില്ല. ചവറ പോലീസ് സ്റ്റേഷനിൽ ചില വിയോജിപ്പുകൾ രേഖപ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് ഏൽപ്പിച്ചത്. അങ്ങനെ അദ്ദേഹം വന്ന് അവിടെയെല്ലാം വീടെല്ലാം അലങ്കോലമാക്കി മുഴുവൻ സാധനങ്ങളും എൻ്റെതല്ലാത്തത് എടുത്തുകൊണ്ട് പോകാൻ ശ്രമിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇത് എഴുതി തരണം, എന്തൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകുന്നു എന്നുള്ളത് നിയമപരമായി നിങ്ങളുടെ ഒരു സാധനം ഞങ്ങളുടെ ഒരു അവകാശമാണ്, കോടതിയിൽ നിന്ന് വാങ്ങിക്കണ്ടേ. അപ്പോൾ അതിനൊന്നും തയ്യാറല്ല. നീ ഇങ്ങനെയുള്ള മക്കളുണ്ടെങ്കിൽ അനുഭവിച്ചോ എന്നുള്ള ലെവലിൽ കയറി ഇറങ്ങിപ്പോയി. പിറ്റേന്ന് ഈ വിവരം അറിഞ്ഞിട്ട് ഞാൻ കുന്നമംഗലത്താണ്. ഞാൻ പോലീസിനെ വിളിച്ചു, SIയെ വിളിച്ചു. SIയെ വിളിക്കുന്ന സമയത്ത് SI പറയുന്നത്, നിനക്ക് എതിരെ ഒരുപാട് ചാർജുകളുണ്ട്, ഒരുപാട് തീവ്രവാദ ബന്ധങ്ങൾ, മറ്റേത് മറിച്ച്. ഞാൻ പറഞ്ഞു, സാറ് ഷാർപ്പായിട്ട് ഇപ്പം എന്താ പ്രശ്നമെന്ന് പറയുമെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല കാര്യം. ഇപ്പം നീ ഫേസ്ബുക്ക് പേജിൽ ഇതുപോലൊരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്ര ചൈൽഡിഷായി കാര്യങ്ങളെ കാണരുത്. അതൊരു കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗ് അത്ര ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ഡയലോഗാണത്. അതിൻ്റെ പേരിൽ എന്നെ ദേശവിരുദ്ധനാക്കണമെങ്കിൽ നിങ്ങൾ അതിനെ ആക്രമിക്കുകയല്ല, മറ്റെന്തിനും ആക്രമിച്ചൊന്നെങ്കിൽ എന്നെ കീഴ്പ്പെടുത്തണം, അല്ലെ ആ രാഷ്ട്രീയമാണ് വർക്ക് ചെയ്യുന്നത് എന്ന് എനിക്കറിയാം. അപ്പോൾ പറഞ്ഞു, നിൻ്റെ നോവലിലും ഉണ്ട് കുറേ പരാമർശങ്ങൾ, അതെല്ലാം ഞങ്ങൾ തെളിവെടുത്തിട്ടുണ്ട്, പിന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് നീ കൊല്ലത്തേക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ കൊല്ലത്തേക്ക് വരാൻ പറ്റില്ല, ഞാൻ കുന്നമംഗലത്താണ് താമസിക്കുന്നത്, എൻ്റെ കൊല്ലത്ത് ആരുമില്ല, എൻ്റെ വീട് ഇവിടെയാണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ FIR ഇട്ടു. ഞാൻ എൻ്റെ വൈഫിനെ ഇവിടെ ഒരാഴ്ച മുമ്പ് പ്രസവത്തിന് അഡ്മിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കുട്ടിയെ പ്രസവം കഴിഞ്ഞിട്ട് ഇപ്പോൾ 3-4 ദിവസമേ ആവുന്നുള്ളൂ. ഞാൻ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് മരുന്ന് വാങ്ങിക്കാനായിട്ട് പോകുന്ന വഴിക്ക് ഒരു 3-4 ബൈക്ക് വേഷത്തിലല്ലാതെ വന്ന് ചുറ്റി നിർത്തി തീവ്രവാദികളെയൊക്കെ പിടിക്കുന്ന പോലെ പിടിച്ചു. കമ്മീഷണർ ഓഫീസിലേക്ക് കൊണ്ടുപോയി, ഫോൺ ചെയ്യാൻ സമ്മതിച്ചില്ല. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറേ സംസാരിച്ചു. അവസാനം ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ ഞാൻ ജനഗണമനയ്ക്ക് എതിരാണോ എന്നുള്ളൊരു ചോദ്യം ഉയർന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ടാഗോർ എഴുതിയ ജനഗണമനയെപ്പറ്റി ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല, അതിനെതിരാണോ അല്ലയോ എന്നുള്ളത് എൻ്റെ ഒരു വിഷയമല്ല. പക്ഷേ എൻ്റെ നോവലിലെ കഥാപാത്രം ശശി എന്ന് പറയുന്ന ആൾ പുതിയ ജനഗണമനയ്ക്കെതിരാണ്. അപ്പോൾ എൻ്റെ അടുത്ത് കമ്മീഷണർ ചോദിച്ചു, അങ്ങനെ ഒരുപാട് ജനഗണമനയുണ്ടോ? ഞാൻ പറഞ്ഞത് സാറിന് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ജനഗണമന ഒന്നല്ല, ഒരുപാടുണ്ട്. ടാഗോർ ഒന്നേ എഴുതിയിട്ടുള്ളെങ്കിലും ഇപ്പോൾ പുതിയൊരു ജനഗണമന ഉണ്ടാവുന്നു. ശശി തിരിഞ്ഞു നോക്കുന്നു, മുറ്റത്ത് ആ ജനഗണമന കാണുന്നു. ആ ജനഗണമനയെ കൊണ്ട് ശശിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. ശശിയെ കൊണ്ട് ജനഗണമനയ്ക്ക് വല്ല ഗുണമുണ്ടോ? ഇല്ല. ഈ ഒരു നിസ്സഹായാവസ്ഥ കൊണ്ടുവരാൻ വേണ്ടിയാണ് ആക്ഷേപഹാസ്യ സ്വഭാവത്തിൽ ഇത് ചെയ്തത് എന്ന് പറഞ്ഞു. അതിനുശേഷം കരുനാഗപ്പള്ളി പോലീസ് വന്നു. എന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റണം, കുറേ പ്രശ്നങ്ങൾ ഡോക്ടർ പറഞ്ഞു. പാനിക്കായിരുന്നു ഞാൻ, മെൻ്റൽ പേഷ്യൻ്റായിരുന്നു ഞാൻ, സൈക്കാട്രിക് മെഡിസിൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയില്ല. അവസാനം അവർ കൈയൊഴിയാൻ വേണ്ടിയിട്ട് നാളെ എന്നെ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണം. ജാമ്യം കിട്ടാത്ത വകുപ്പാണ്, അതുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല, നിങ്ങൾ ഹാജരാക്കണമെന്നും പറഞ്ഞിട്ട് വിട്ടു. ഞാൻ നേരെ ഡോക്ടറെ പോയി കണ്ടപ്പോൾ അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയില്ലേ എന്ന് എന്നോട് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. വീണ്ടും എന്നെ ഇങ്ങോട്ട് റെഫർ ചെയ്തു. ഞാൻ ഇവിടേക്ക് എത്തി. ഇതിപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഒരു വലിയ രീതിയിലുള്ള ചർച്ചകൾ വരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് IFFK ഇതുപോലെ തന്നെ
ജനഗണമന, അതായത് ദേശീയ ഗാനത്തിൻ്റെ സമയത്ത് എഴുന്നേറ്റ് നിന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് 12ഓളം പേരെ പോലീസ് പിടിക്കുന്നു. യഥാർത്ഥത്തിൽ എന്താണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? കേരളത്തിലല്ല, പൊതുവെ അത് ഇന്ത്യയിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അതായത് ഇപ്പം ഏതൊരു സംസ്കാരത്തിനുള്ളിലായാലും സങ്കല്പത്തിനുള്ളിലായാലും നമ്മൾ ഒരുപാട് സങ്കല്പവും സംസ്കാരവും ഉണ്ടാക്കിയിട്ടാണ് ജീവിക്കുന്നത്. മതമുണ്ട്, ജാതിയുണ്ട്. നമ്മൾ ഇന്ത്യക്കാരനാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മുസ്ലിം ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ ടീച്ചറായിരിക്കും. അങ്ങനെ ഒരുപാട് സ്വത്വങ്ങൾ പേറിയിട്ടാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നത്. ഇങ്ങനെ ഒരു സങ്കീർണമായ അവസ്ഥയിലെ മനുഷ്യ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ, ഇതുവരെ പോയിട്ടുള്ളൂ. ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാംസ്കാരിക ഘടകങ്ങളൊക്കെ തന്നെയും, അത് ജനഗണമനയായിക്കോട്ടെ, സംസ്കാരമായിക്കോട്ടെ, ദേശീയ പതാക ആയിക്കോട്ടെ, എന്തായാലും വിമർശനങ്ങൾക്ക് അതീതമായല്ല ചരിത്രത്തിൽ മുന്നോട്ട് പോയിട്ടുള്ളത്. വിമർശനങ്ങളിലൂടെ തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ സംഘപരിവാറിന്റെ ഒരു ദേശീയ, അതാണ് ഞാൻ പറഞ്ഞു, അത് യഥാർത്ഥത്തിൽ അത് അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ ഇവിടുത്തെ ഒരു ഇടതുപക്ഷ സർക്കാരുണ്ട്, ജനകീയ സർക്കാരാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ആ സർക്കാർ പോലും യഥാർത്ഥത്തിൽ ആ സംഘപരിവാറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ യുവമോർച്ച പരാതി കൊടുക്കുമ്പോൾ അതിനെതിരെ നടപടിയെടുക്കുന്ന രീതിയിലേക്ക് മാറുന്നത്. നമ്മുടെ ഹൈന്ദവ ഫാസിസത്തിന്റെ സ്വഭാവത്തിൽ ദേശീയത പുനർനിർമ്മിക്കപ്പെടുന്ന സമയത്ത് ഇവിടെ പുറത്താക്കപ്പെടുന്ന മനുഷ്യരുണ്ട്. ദളിതുകൾ, മുസ്ലിങ്ങൾ, ആദിവാസികൾ, അങ്ങനെ തുടങ്ങിയിട്ട് വ്യാപകമായ ജനവിഭാഗങ്ങളെ അരികുവൽക്കരിച്ചുകൊണ്ടാണ് പുതിയ ഇന്ത്യ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുക്കളുടെ ഇന്ത്യ, ഹൈന്ദവ ഫാസിസത്തിന്റെ ഇന്ത്യ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇന്ത്യയുടെ ജനഗണമനയോട് എനിക്ക് താല്പര്യമില്ല എന്നാണ് ശശി എന്ന കഥാപാത്രത്തിലൂടെ ആ നോവലിൽ പറഞ്ഞത്. അല്ലാതെ ഇന്ത്യയുടെ ജനഗണമനയല്ല. അത് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് എൻ്റെ തെറ്റല്ല. ഇപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളുടെ പേരിൽ ഷഫീഖിന്റെ പേരിൽ വൈഫിന് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ നദി എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്താണ് ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെ വരെ എനിക്ക് ഫുഡ് വാങ്ങിച്ചു തരാനൊക്കെ നിന്നത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി UAPA ചാർത്തിയിരിക്കുകയാണ്. കണ്ണൂരിലൊരു കേസ്. അദ്ദേഹം ആ പരിസരത്ത് പോയിട്ടില്ല, പക്ഷേ കണ്ണൂരിൽ നിന്ന് പോലീസ് വന്നിട്ട് ഇദ്ദേഹത്തെ തിരിച്ചറിയും, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പുറത്ത് UAPA ചാർത്തും. അതിന് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ഇരിക്കുന്ന ഈ ബന്ധുക്കളൊഴിച്ച് എല്ലാവരെയും UAPA ചാർത്തുക, അല്ലെങ്കിൽ P124 രാജ്യദ്രോഹം ചാർത്തി ഒഴിവാക്കിക്കൊണ്ട് എന്നെ പിടിച്ചു കൊണ്ടുപോവുക എന്നുള്ള ഉദ്ദേശമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അത് പൊതുവായി തന്നെ ഒരാളെ ആക്രമിച്ചാൽ നിലവിൽ ഇനി വരുന്ന സമരം ഉൾപ്പെടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള നവസാമൂഹിക സമരങ്ങളെ നിശ്ചലമാക്കുവാനും ഇല്ലാണ്ടാക്കുവാനും വേണ്ടിയിട്ട് നവസാമൂഹിക സമരങ്ങളെയും ജനാധിപത്യ പ്രസ്ഥാനങ്ങളെയും മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളെയും വാൺ ചെയ്യുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് പിണറായി വളരെ വ്യക്തമായി ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പോകുന്നത്. പിണറായിക്ക് ഒരു തെറ്റ് പറ്റുന്നതല്ല. പിണറായി ശരിയാണ്, മോദിയും ശരിയാണ്. രണ്ടിനെയും രാഷ്ട്രീയം ഫാസിസമാണെന്ന് മാത്രം. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഇടതുപക്ഷം ഒരു ബദൽ ഇടതുപക്ഷം എന്നുള്ള രീതിയിൽ കേരളത്തിൽ ചർച്ചകൾ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യം ഇത് CPM അല്ലെങ്കിൽ CPI പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് വലിയ രീതിയിൽ ഭീഷണിയുമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ മാവോയിസ്റ്റുകൾ എന്നുള്ള രീതിയിൽ ഫ്രെയിം ചെയ്യപ്പെടുന്നു. അതെ, അതിന്റെ ഇരയായാലും മറ്റ് പ്രസ്ഥാനങ്ങളായാലും ശരി. ഞാൻ CPM-കാരനായിരുന്നു. അതിനുശേഷം ഇപ്പം ഞാൻ സജീവ രാഷ്ട്രീയത്തിലില്ല. കഴിഞ്ഞ ഇലക്ഷനും CPM വോട്ട് ചെയ്ത ഒരു ഹതഭാഗ്യനാണ് ഞാൻ. മാറും, LDF വരും, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രത്തോളം ശരിയാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. വോട്ട് ചെയ്തിരുന്നു ഞാൻ. ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അർത്ഥത്തിൽ ഇപ്പോൾ സുഹൃത്ത് പറഞ്ഞതുപോലെയുള്ള ഒരർത്ഥത്തിൽ പുതിയ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി വരികയും ജനതയെ അടിച്ചമർത്തുക എന്നുള്ള രീതിയിൽ തന്നെ, അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന സ്വയം നിർണ്ണയിക്കുന്ന എല്ലാ സമരങ്ങളെയും, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഔദാര്യം ആവശ്യമില്ലാത്ത എല്ലാ ചലനങ്ങളെയും നിർവീര്യമാക്കുക, അതുവഴി കമ്മ്യൂണിസത്തിന് ഇനി മുന്നേറാം എന്ന ഒരു ദിവാസ്വപ്നമാണ് പിണറായിയുടെ ഉള്ളിലുള്ളത്. അത് നടപ്പിലുള്ള കാര്യമല്ല. കാര്യം അതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ BJP ശക്തി പ്രാപിച്ചിട്ടുള്ളത്, ഹൈന്ദവ ഫാസിസ്റ്റുകൾ ശക്തി പ്രാപിച്ചിട്ടുള്ളത്. ഇനിയും അത് തന്നെയായിരിക്കും തുടർന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ നിശബ്ദമായ. അറസ്റ്റിന് ശേഷം പോലീസിൻ്റെ ഒരു സമീപനം എങ്ങനെയായിരുന്നു? ഇപ്പോൾ നടക്കാവ് പോലീസ് സ്റ്റേഷനിലും അതിനുശേഷം ബീച്ച് ആശുപത്രിയിലും പോലീസിൻ്റെ സമീപനം വളരെ മോശമായിരുന്നു. അറസ്റ്റിന് ശേഷമെന്ന് മാത്രമല്ല, അതിന് മുമ്പ് തൊട്ട് തന്നെ പോലീസിൻ്റെ സമീപനം നിൻ്റെ നട്ടലൊടിക്കും, നിൻ്റെ തല വെട്ടും, നിന്നെ കേന്ദ്ര സേനയിലേക്ക് വിടും, ഏതോ തീവ്രവാദ ഇതിലേക്ക് വിടും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന കുറേ ഭീഷണികൾ, വൃത്തികെട്ട തെറി വാചകങ്ങൾ. ഈ ഒരു ആദിവാസിയുടെ കൂടാണ്, വൃത്തികെട്ട ആദിവാസിയുടെ കൂടാണ് ജീവിക്കുന്നതെന്ന് ഒരു SI പരസ്യമായി നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു. സത്യത്തിൽ അട്രോസിറ്റിയാണ്, SC ST അട്രോസിറ്റിയാണ്. മാധ്യമങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
എന്നിട്ട് പോലും ആ SIക്കെതിരെ ഒരു നടപടി കേരളത്തിൽ ഉണ്ടാവുന്നില്ല. മറിച്ച് ജനഗണമനെ എൻ്റെ നോവലിൽ വിമർശിച്ചപ്പോൾ ഉണ്ടായ ആ ഒരു ജാഗ്രത എന്തുകൊണ്ടാണ് SC/ST അട്രോസിറ്റി നടത്തിയപ്പോൾ ഉണ്ടാവാത്തതെന്നുള്ള ചോദ്യവും അതിൽ പ്രധാന ഉത്തരം എന്താണെന്ന് വെച്ചാൽ ആദിവാസിയും മുസ്ലിമും ദളിതനും ഒന്നും ഇവർ പറയുന്ന ജനഗണമനയ്ക്ക് അകത്തല്ല, പുറത്തായതുകൊണ്ട് അവനെ ആരെന്ത് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല. ഹിന്ദുവിനെ തൊട്ടാൽ ജനഗണമനെ തൊട്ടാൽ മാത്രമേ പ്രശ്നമുള്ളെന്നാണ് വിഷയം. ഇത് അതുപോലെ തന്നെ ഈ പോലീസിൻ്റെ ഒരു സ്വഭാവം വളരെ സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് മാറുന്നു. അതിൻ്റെ ഒരു അഭിപ്രായം എന്താണ് നിങ്ങൾക്ക്? പൊതുവെ കേരളത്തിൽ പണ്ട് ഒരു സാഹിത്യകാരൻ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ BJP ശക്തി പ്രാപിക്കാതിരിക്കാൻ ഒരേ ഒരു കാരണം അതിൻ്റെ കുറവ് നികത്താൻ CPM ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. മനസ്സിലായില്ല? ഒരു ഫാസിസ്റ്റ് ശക്തി നിലനിൽക്കുന്നിടത്ത് മറ്റൊരു ഫാസിസ്റ്റ് ശക്തിക്ക് വളർന്നു വരാൻ എളുപ്പമല്ല. അപ്പോൾ ഇപ്പം കുറച്ചുകൂടെ മെച്ചം മോദിയാണെന്ന് തോന്നുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? BJPയിലേക്ക് ആൾക്കാർ പോവുകയും അതിലേക്ക് ചെല്ലുകയും ചെയ്യും. ഇവരുടെ സമീപനത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ നിയമപരമായിട്ട് ഇനി എങ്ങനെയാണ് ഇത് നേരിടാൻ ഉദ്ദേശിക്കുന്നത്? നിയമപരമായി അവരെന്നെ എന്ത് ചെയ്താലും ഞാൻ തയ്യാറാണ്. ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് അവർ തെളിയിച്ചാൽ ശിക്ഷയിൽ വാങ്ങാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം ഞാൻ നിരാഹാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബാക്കി വരുന്ന കാര്യങ്ങൾ അതിൻ്റെതായ വഴിക്ക് കാണുക. എൻ്റെ അടുത്ത് പിണറായി വിജയൻ നമ്മുടെ മനുഷ്യാവകാശ പ്രവർത്തകരുമായി ഈ വിഷയം ചർച്ച ചെയ്യുന്നത് വരെ, ഇതുമായി ബന്ധപ്പെട്ട് ചാർജ് ചെയ്ത കേസുകൾ റദ്ദ് ചെയ്യുന്നത് വരെ നിരാഹാരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അല്ല വിജയൻ്റെ ജീവൻ വെടിഞ്ഞുകൊണ്ട് എന്നെങ്കിലും ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തപ്പെടട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്.